തിരുവനന്തപുരം ധനുവച്ചപുരം VTM-NSS കോളേജിൽ ABVP നേതാക്കളുടെ ക്രൂരത. മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു. രണ്ടാം വർഷ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി അദ്വൈതിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അദ്വൈത് പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കുറുക്കില് പ്രത്യേകിച്ച് ഈ ഭാഗത്താണ് കൂടുതൽ വേദന. ഇത്രയും ഭാഗത്ത് നല്ല വേദന ഉണ്ട്, സഹിക്കാൻ പറ്റില്ല. അടിവയറ്റിൽ പിന്നെ ഭയങ്കര ചതവ് പോലെയാണ്, അകത്ത് നല്ല ചതവുണ്ട്. ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം മർദ്ദിച്ചിട്ടുണ്ട്? ഇതിനു മുമ്പ് 2 പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുള്ള വെളിയിൽ പറയരുത്, വെളിയിൽ പറഞ്ഞ കൊന്നാളെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പറയാത്തത്. പിന്നെ ഇത് ഇത്രയും നേരം മുമ്പിലിട്ട് അടിച്ച് വളരെ മോശം അപമാനമായിപ്പോയി. അതുകൊണ്ടാണ് എന്നെ അറിയപ്പെടുന്നത്. ചെറിയൊരു തടസ്സമുണ്ട്, അടിവയറ്റി ചവിട്ടിയതിൻ്റെ ചെറിയൊരു തടസ്സമുണ്ട്. ക്ലാസ് അന്ന് കോളേജിൽ പോയി ക്ലാസ് കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിലോട്ട് പോയിരുന്നു. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ വെച്ച് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ബ്ലഡ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ ബ്ലഡ് കൊടുത്തിട്ട് 1.5 മാസം ആയതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, കുഴപ്പമില്ല, നീ കൊടുക്കാൻ പോയാൽ മതി, നിനക്ക് തടിയൊക്കെ ഉള്ളതല്ലേ, നീ കൊടുത്താലും നിനക്കൊന്നും സംഭവിക്കില്ല, നീ ചത്തൊന്നും പോകില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഏട്ടാ കൊടുക്കണില്ല. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പ്രണവ് എന്ന് പറയുന്നത് ആദ്യം അടിച്ച് എൻ്റെ അവിടെ കവിളിൽ അവിടെ അടിച്ച്. അതിനുശേഷം കൈ മുറുക്കി രണ്ടാമത് ചെവിയുടെ ബാക്ക് സൈഡിൽ അടിച്ച്. അതിന് ഫുള്ള് അതിനുശേഷം അടിച്ച് ഫുള്ള്. എൻ്റെ വേറെ ഒരു ആദർശം എന്നാണ് പിടിച്ചെൻ്റെ കഴുത്തിൻ്റെ ബാക്കിൽ അവിടെ ഒരു അടിയടിച്ച്. അതിനുശേഷം വേറെ 2-3 പേര് കയ്യെ പിടിച്ച് വെച്ചിട്ട് കുറുക്കില്ല 4-5 ഇടി ഇടിച്ചതിന് ശേഷം അവിടെ ഫുള്ള് എല്ലാവരും ആളുകളുണ്ടായിരുന്നു. നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെ ഫ്രണ്ടിലിട്ടാണ് അടിച്ചത്. അദ്ദേഹത്തിനെ മർദ്ദിച്ചതിൽ കോളേജിലുള്ളതല്ല പുറത്തുനിന്ന് ഇറങ്ങിയോ? ഇല്ല, കോളേജിലുള്ള സീനിയേഴ്സാണ് മർദ്ദിച്ചത്. ഏത് വർഷമാണ്? 3rd ഇയർ സീനിയേഴ്സാണ് മർദ്ദിച്ചത്. അതിൽ 2 പേര് 2nd ഇയർ. പ്രണവ്, ആദർശ്, നിഖിൽ, ബിജോയ് ഇവരാണ് അടിച്ചത്. ഇത്രയും നേരം ഫ്രണ്ടിട്ട് അടിച്ചതിന് ശേഷം താഴെ വിളിച്ചോണ്ട് കോംപ്രമൈസ് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഈ ആണുങ്ങളായ കരയാമോ, ഇത്ര അടി അടിച്ചിട്ട് ആണുങ്ങളായ കരയാമോ, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പിടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇതിനു മുമ്പേ പല സംഭവങ്ങളുണ്ടായി. അന്ന് പറഞ്ഞ ഉമ്മാര് കൊന്നുകളയും, ഉമ്മാര് അടിച്ചകളയും, വീട്ടിൽ കയറി വെട്ടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അദ്വൈതിൻ്റെ വാക്കുകളാണ്, ക്രൂരമർദ്ദനത്തിന് വിധേയമായ അദ്വൈതിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നൃപൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. നൃപൻ, വളരെ മർമ്മസ്ഥാനങ്ങളിലാണ് ക്രൂരമർദ്ദനമേറ്റത് വിദ്യാർത്ഥിക്ക്, അടിവയറ്റിലും തലയിലും ഒക്കെ. തീർച്ചയായും അജിംഷാദ്, ധനുവച്ചപുരം VTM-NSS കോളേജിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. കഴിഞ്ഞ 22-ാം തീയതിയാണ് സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വഴിയിൽ വളഞ്ഞിട്ട് മർദ്ദിച്ചു എന്നതാണ്. പ്രധാനപ്പെട്ട പ്രതികളുടെ പേര് അദ്വൈത് തന്നെ പറയുന്നുണ്ട്. പലതവണ ഇതിനു മുൻപ് 2 തവണ അദ്വൈതിനെ മർദ്ദിച്ചിട്ടുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞാണ്. റാഗിങ്ങാണ് പ്രധാനപ്പെട്ട വിഷയം. പല കാരണങ്ങൾ പറഞ്ഞ് സീനിയേഴ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മർദ്ദനമുണ്ടാകുന്നു. ഇവരെല്ലാം സജീവമായ ABVP പ്രവർത്തകരാണ്. പല കേസുകളിലും, പല ക്രിമിനൽ കേസുകളിലെയും പ്രതികൾ കൂടിയാണ്. ധനുവച്ചപുരം VTM-NSS കോളേജ് പൂർണ്ണമായി ABVP മറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിക്കാത്ത RSSൻ്റെ കൈവശമുള്ള പൂർണ്ണമായി ABVPയുടെ പ്രവർത്തനം പൂർണ്ണമായി നിയന്ത്രണത്തിലുള്ളൊരു കോളേജ് കൂടിയാണ് VTM-NSS കോളേജ്. ഇത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങളാണ് കോളേജ് ഭരിക്കുന്നത് എന്ന കാര്യം നേരത്തെ തന്നെ മറ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റ് മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളെല്ലാം സ്ഥിരമായി ആരോപിക്കുന്നതാണ്. അത് കൂടി തെളിയിക്കുന്നതാണ് കഴിഞ്ഞ 22-ന് അവിടെ നടന്ന സംഭവം എന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ക്രൂരമായി മർദ്ദനമേറ്റ ശേഷം അദ്വൈതിനെ പാറശാല താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ച് മൂത്രതടസ്സമുണ്ടായി. ഒപ്പം തന്നെ ചെവിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്, കഴുത്തിൻ്റെ പിൻഭാഗത്ത് അടിയേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ മൂത്രതടസ്സമുണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ അദ്വൈത് തേടുന്നത്. അദ്വൈതിൻ്റെ രക്ഷകർത്താക്കൾ ഇത് സംബന്ധിച്ച് പാറശാല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്, കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ കോളേജ് പ്രിൻസിപ്പൽ ഇതുവരെ ഈ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് രക്ഷകർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറയുന്നത് പ്രണവ്, ആദർശ്, ബിജോ, നിഖിൽ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. മറ്റ് വിദ്യാർത്ഥികളും ഒപ്പമുണ്ടായിരുന്നു. ഇതിനു മുമ്പും സമാനമായ സംഭവം അദ്വൈതിന് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഈ നാണക്കേട് കരുതി പുറത്ത് പറഞ്ഞിരുന്നില്ല, വീട്ടുകാരോടും കാര്യം പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ രക്ഷകർത്താക്കൾ പറയുന്നത് വീട്ടിൽ വന്നിട്ട് വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചു, തനിക്കിനി കോളേജിലേക്ക് പോകാൻ കഴിയില്ല, തന്നെ മറ്റെന്തെങ്കിലും
കോഴ്സിന് എന്തെങ്കിലും അയക്കണം, മറ്റേതെങ്കിലും പഠിത്തം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന് അദ്വൈത് പറഞ്ഞു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സുഹൃത്തുക്കളോട് അന്വേഷിക്കുമ്പോഴാണ് കോളേജിൽ 22-ാം തീയതി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും അങ്ങനെ മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് രക്ഷകർത്താക്കൾ അദ്വൈതിനെ പരിശോധിച്ചപ്പോഴാണ് ശരീരത്തിൽ അടിയേറ്റ പാടുകൾ കാണുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആശുപത്രിയിൽ പരിക്കേറ്റിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. മൂത്രതടസ്സമുണ്ട് എന്ന് തിരിച്ചറിയുന്നു. തുടർന്ന് അതിന്റെ ചികിത്സയ്ക്ക് തീർച്ചയായും ഇത് വേണ്ടിയിട്ടാണ് ABVP നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഈ റാഗിംഗ്, ഈ ക്രൂരത ഒരു കുട്ടിയോട് കാട്ടുന്നത്.